ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കർണാടക സ്വദേശി പരശുരാമൻ. വഴിയറിയാൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു. ദേശീയപാതയിൽ ഗൂഗിൾ മാപ്പിൽ ഒരു ഷോർട്ട് കട്ട് കാണിച്ചപ്പോൾ അതുവഴി കയറി. മണ്ണിട്ട പാതയിലൂടെയുള്ള പരശുരാമന്റെ യാത്ര എന്നാൽ അധികം മുന്നോട്ട് പോയില്ല. ഭിന്നശേഷിക്കാരനായ പരശുരാമന്റെ മുച്ചക്ര വാഹനം ചെളിയിൽ താഴ്ന്നു. രാത്രി ആയതിനാൽ പ്രദേശത്ത് ആരുമുണ്ടായിരുന്നില്ല. താൻ കുടുങ്ങിയ സ്ഥലം കേരളമാണെന്നാണ് പരശുരാമൻ കരുതിയത്. ഫോണിൽ കേരള പോലീസ് എന്ന് തിരഞ്ഞ് ലഭിച്ച നമ്പറിൽ സഹായത്തിനായി വിളിച്ചു. ഫോൺ ലഭിച്ചത് 180 കിലോമീറ്റർ ഇപ്പുറയുള്ള ഇടുക്കിയിലെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലാണ്. പരശുരാമൻ അയച്ചു നൽകിയ ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് ഇദ്ദേഹമുള്ളത് തമിഴ്നാട്ടിലാണെന്ന് കാഞ്ഞാർ പോലീസും മനസ്സിലാക്കുന്നത്. എന്നിട്ടും അധികാരപരിധി പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായി. അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ ശബരിമല ദർശനത്തിന് ശേഷം കാട്ടിൽ ഈ പുള്ളി പെട്ടുപോയി കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എടുത്തു. ഉടനെ തന്നെ നമ്മൾ ആ ഭാഗത്തുള്ള DCPയുടെ നമ്പർ നമ്മൾ കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം DCPയായിട്ട് ബന്ധപ്പെട്ട് റെസ്ക്യൂ ടീം വന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ CPO ഹരീഷ് ബാബുവാണ് പരശുരാമനുമായി സംസാരിച്ചത്. സമീപത്തെ പോലീസ് സ്റ്റേഷനിലെ നമ്പർ ആദ്യം അയച്ചു നൽകി. എന്നാൽ സഹായം ലഭിച്ചില്ല. പിന്നീട് തമിഴ്നാട് പോലീസുമായി ബന്ധമുള്ള ഡാൻസ് ഓഫ് ടീമിലെ മഹേഷ് വഴി തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഒടുവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പരശുരാമന് സഹായം ലഭിച്ചപ്പോഴേക്കും 7 മണിക്കൂറിലധികം പിന്നിട്ടിരുന്നു. रात में 12 घंटे ज़्यादा हो गया तभी नहीं आया वो प्लेस. पूछा तो अपना लोकेशन मालूम नहीं हो रहा है. हम लोग को रोड तक उतना ही मिल रहा है. अंदर नहीं जा सकते. लोकेशन की आप किधर है मालूम चल रहा है बोल के कोई भी नहीं आया. सब पुलिस लेकर वैन में आ गया. ज़्यादा लेट नहीं किया, खाली 10 मिनट में. പരശുരാമൻ സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാൻ പല കാരണങ്ങളുണ്ടായിട്ടും അതിനു മുതിരാതെ നിസ്സഹായനായ ഒരാളെ സഹായിക്കാൻ ഉത്തരവാദിത്തം കാണിച്ച കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തീർച്ചയായും കയ്യടി അർഹിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.